എല്ലാവരും ഒരു പുതിയ സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഇനി ഇതിൻ്റെ തരംഗമായിരിക്കും. ചൈനക്കാരെടുത്തിട്ടുള്ള അടുത്ത പരിപാടിയാണ് മൈക്രോ ഡ്രാമ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും മനസ്സിലായി കാണില്ല. ഇന്ന് പത്രത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുണ്ടായിരുന്നു. അതായത് 2 മിനിറ്റേ ഉള്ളൂ സംഭവം. സീരിയൽ പോലെ പരമ്പരകൾ പോലെയുള്ള സംഭവം എന്നാണ്, പരമ്പരകളായിട്ടാണ്. 2 മിനിറ്റേ ഉള്ളൂ. അതിൽ കുറച്ച് സമയം പരസ്യത്തിനായിട്ട്, പരസ്യം നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അടുത്ത ഇതാണ്. അപ്പം നമ്മുടെ കേരളത്തിലുണ്ട് ഉടനെ തന്നെ അതിൻ്റെ ഒരു തരംഗമായിരിക്കും. അപ്പോൾ ഈ യൂട്യൂബുകാരൊക്കെ എവിടോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ യൂട്യൂബിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന കുറേ ആളുകളുണ്ട് അല്ലേ? അപ്പോൾ അവർക്കൊരു ഭീഷണിയായി മാറുമോ ഈ സംഭവം എന്നുള്ളതാണ്. കാരണം എന്തായാലും ഒരു പരമ്പര, ഒരു സീരിയൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ലാസ്റ്റ് എന്താണ് ഒരു ചോദ്യചിഹ്നം പോലെ നിർത്തിയിട്ടേ പോവുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് നാളെ അതെന്താകും എന്ന് അറിയാനുള്ള ആകാംക്ഷയാണ്, നമ്മുടെ ഉള്ളിലുള്ള ആകാംക്ഷയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ മനസ്സിനെ ചൂഷണം ചെയ്യുകയാണ് ഇങ്ങനെയുള്ളവർ. അപ്പോൾ അവർ അടുത്ത പദ്ധതിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും, ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവർക്ക് നിഗൂഢമായ ലക്ഷ്യങ്ങളും കാണും. അപ്പോൾ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലും അത് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, യൂട്യൂബ് ചാനലുകളുടെയൊക്കെ അവസ്ഥ എന്താകും, ഇതിൻ്റെ പുറകെ ആയിരിക്കും എല്ലാവരും. തീർച്ചയായിട്ടും കഥകൾ കേൾക്കാനും മറ്റും എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഈ പരസ്യങ്ങളിടയ്ക്ക് നമ്മൾ കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പരസ്യക്കാരൻ രക്ഷപ്പെട്ടു അല്ലേ? സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അടുത്ത തരംഗം എങ്ങനെയായിരിക്കും ആളുകൾ ഏറ്റെടുക്കുക? ഇതിൽ പുറമേ ഉള്ള ആളുകൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? യൂട്യൂബ് ചാനലിന് വലിയ ഒരു എതിരാളി എന്നുള്ള രീതിയിൽ വരുമോ? ഇനി ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നിരോധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്. എന്തൊക്കെ ഇതുവഴി വന്നാലും ഞാനും എൻ്റെ മാനസവും ഇവിടെ കാണും. കാരണം മനസ്സെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വേണ്ടാന്ന് വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ മനസ്സിൻ്റെ ചിന്തകളുമായിട്ട് ഞാനിവിടെ ഉണ്ടാകും. നിങ്ങളൊക്കെ കേൾക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് അതുവഴി ഇതുവഴിയൊക്കെ ഒന്ന് പോയിട്ട് പുതിയ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. എപ്പോഴും ഓർക്കുക, ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിനെ അവർ മനസ്സിലാക്കിയിട്ട് അവരിങ്ങനെ കൊളുത്തിട്ട് വെച്ചിരിക്കുകയാണ് ഈ നമ്മളുടെ മനസ്സിനെ. അപ്പോൾ നമ്മുടെ മനസ്സിനെ ആ കൊളുത്തിൽ നിന്ന് ഊരി നിർത്തിക്കോണം എപ്പോഴും. അതിനെ അഡിക്റ്റാക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്താകുമെന്ന് നോക്കാം.